Hello everyone, I am Anitha and you are watching Anupama Academia. In the last video, we have discussed the 4 types of sentences, that is declarative, interrogative, imperative and exclamatory. Today, in this video, I would like to explain the topic question tag, which is a part of the interrogative sentence. And this is an important topic for the competitive exams. First of all, what is a question tag or a tag question? We have already said it's a short question attached to a statement and it is used in informal situations. Question tag എന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും ടാഗ് ക്വസ്റ്റ്യൻ എന്നത് അമേരിക്കൻ ഇംഗ്ലീഷിലും ഉപയോഗിക്കുന്ന ഗ്രാമാറ്റിക്കൽ ടേംസാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്ക് മനസ്സിലാക്കുന്നതിൻ്റെ മുന്നോടിയായി 2 ചെറിയ ടോപ്പിക്ക് കൂടി ഒരു സ്റ്റുഡൻ്റ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവ പേഴ്സണൽ പ്രൊനൗൺസ് ആൻഡ് ഓക്സിലറി വേർബ്സ്. ആദ്യം ഇത് രണ്ടും എന്താണെന്ന് പരാമർശിച്ചതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കടക്കാം. എന്താണ് പ്രൊനൗൺ? പ്രൊനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഒരു നൗണിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് പ്രൊനൗൺ. പ്രോ മീൻസ് ഇൻസ്റ്റെഡ്. So, personal pronouns are used instead of the names of persons. വ്യക്തികളുടെ പേരിനു പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ് പേഴ്സണൽ പ്രൊനൗൺസ്. They are I, we, you, he, she, it and they. ഇതാണ് പേഴ്സണൽ പ്രൊനൗൺസ്. ഈ പേഴ്സണൽ പ്രൊനൗൺസിനെ 3 തരംതിരിച്ചിരിക്കുന്നു. അത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഏതൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ. ഐ എന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, വി എന്നത് ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ, യു എന്നത് തന്നെയാണ് സെക്കൻഡ് പേഴ്സൺ സിംഗുലറും പ്ലൂരലും, ഹി, ഷീ, ഇറ്റ് എന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ, ദേ എന്നത് തേർഡ് പേഴ്സൺ പ്ലൂരൽ. ഇങ്ങനെയാണ് പേഴ്സണൽ പ്രൊനൗണിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇറ്റ് എന്നത് ചില സന്ദർഭങ്ങളിൽ പേഴ്സണൽ പ്രൊനൗണായും ചിലപ്പോൾ ഇംപേഴ്സണൽ പ്രൊനൗണായും ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ബോയ് എന്നോ ഗേൾ എന്നോ പറയാതെ ചൈൽഡിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ, ചൈൽഡ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിന് പകരം ഉപയോഗിക്കുന്നത് ഇറ്റാണ്. അവിടെ അത് പേഴ്സണൽ പ്രൊനൗണാണ്. അതുപോലെ ആനിമൽസ്, തിങ്സ് ഇവയ്ക്ക് പകരവും ഇറ്റാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഇംപേഴ്സണൽ പ്രൊനൗണാണ് ഇറ്റ്. പേഴ്സണൽ പ്രൊനൗൺസാണ് ക്വസ്റ്റ്യൻ ടാഗിൽ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് ഓക്സിലറി വേർബ്സാണ്. ക്വസ്റ്റ്യൻ ടാഗ് കൃത്യമായി ചെയ്യാൻ ഓക്സിലറി വേർബ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദ വേർഡ് ഓക്സിലറി മീൻസ് ഹെൽപ്പിംഗ്. സോ ഓക്സിലറി വേർബ് മീൻസ് ഹെൽപ്പിംഗ് വേർബ്സ്. മെയിൻ വേർബിനെ സഹായിക്കുന്ന വേർബാണ് ഓക്സിലറി വേർബ്. ഓക്സിലറി വേർബ്സിനെ 2 തരംതിരിച്ചിരിക്കുന്നു. പ്രൈമറി ഓക്സിലറീസ് എന്നും മൊഡാൽ ഓക്സിലറീസ് എന്നും. പ്രൈമറി ഓക്സിലറീസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ബി, ബിയുടെ ഫോമുകൾ ബി, ആം, ഈസ്, ആർ, വാസ്, വർ. ഇവിടെ ബിയുടെ രൂപങ്ങളാണ് ആം, ഈസ്, ആർ, വാസ്, വർ. ഇതിൽ ആം, ഈസ്, ആർ എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിലും വാസ്, വർ എന്നുള്ളത് പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കുന്നു. ബി എന്ന വാക്കിനർത്ഥം ആയിരിക്കുക. അപ്പോൾ ആകുന്നു, ആയിരുന്നു, ഇതൊക്കെയാണ് ബിയുടെ മറ്റു രൂപങ്ങളുടെ മീനിങ്. അടുത്ത ഓക്സിലറി വേർബാണ്, പ്രൈമറി ഓക്സിലറീസ് തന്നെയാണ്. ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്. ഇവയെല്ലാമാണ് പ്രൈമറി ഓക്സിലറീസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്സിലറീസിൻ്റെ അടുത്ത വിഭാഗമാണ് മൊഡാൽ ഓക്സിലറീസ്. ഏതെല്ലാമാണ് മൊഡാൽ ഓക്സിലറീസ് എന്ന് നോക്കാം.
എന്തുകൊണ്ടാണ് മൊഡാൽ ഓക്സിലറി എന്ന പേര് വന്നത്? ഒരാളുടെ മൂഡ് അഥവാ മാനസികാവസ്ഥയെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വേർബ്സാണ് മൊഡാൽ ഓക്സിലറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ought to, need, dare ഇവയാണ് മൊഡാൽ ഓക്സിലറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ ടാഗിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പരാമർശിച്ചത്. ഈ 2 ടോപ്പിക്കും സെപ്പറേറ്റ് വീഡിയോവിൽ ഡീറ്റെയിൽ ആയി നൽകുന്നതായിരിക്കും. ഇവ രണ്ടും PSC, KTET, UPSC പോലെയുള്ള പരീക്ഷകളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ടാഗ് വിശദമായിട്ട് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ് മനസ്സിലാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് റൂൾസ് കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ എളുപ്പം മനസ്സിലാവാനായിട്ട് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹീ ഈസ് വെരി ക്ലെവർ. ഹീ ഈസ് വെരി ക്ലെവർ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ സബ്ജക്റ്റും വേർബും എന്താണെന്ന് അറിയാണ് ആദ്യം വേണ്ടത്. ഹി എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഈസ് എന്നുള്ളതാണ് വേർബ്. ഹി എന്നുള്ളത് പ്രൊനൗണാണ്, ഈസ് എന്നുള്ളത് മെയിൻ വെർബാണ്, അത് ഓക്സിലറിയുമാണ്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കണം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്. പോസിറ്റീവാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈസ് എന്നുള്ള ഓക്സിലറി വേർബ് എടുക്കണം, അതിനെ നെഗറ്റീവ് ആക്കാം, ഈസിൻറ്റ്. പിന്നെ ഹി എന്ന സബ്ജക്റ്റ് പ്രൊനൗണ് അവിടേക്ക് സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുക, ഈസിൻറ്റ് ഹി. ഹി ഈസ് വെരി ക്ലെവർ എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഈസിൻറ്റ് ഹി. എന്നാൽ ഷീ ഈസ് നോട്ട് വെരി ക്ലെവർ എന്ന സെൻറ്റൻസ്, അതിൽ ഷീ സബ്ജക്റ്റ്, ഈസ് വേർബ്, നോട്ട് എന്ന നെഗറ്റീവ് വാക്കും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഷീ ഈസ് നോട്ട് വെരി ക്ലെവർ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ഷീ. ഓക്സിലറി വേർബ് എടുത്തു, ഷീ എന്ന പ്രൊനൗണും എഴുതി. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവായിരിക്കും. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? If a statement is positive, the tag will be negative, and if a statement is negative, the tag will be positive. എന്നാൽ ചില സെൻറ്റൻസിൽ നെഗറ്റീവ് വാക്കുകൾ കാണുകയില്ല, പക്ഷേ അതിന് നെഗറ്റീവ് മീനിങ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ചില സെമി നെഗറ്റീവ് വേർഡ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. അവ ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, rarely, barely, seldom, no one, nobody, none, nothing, never, neither, nor. ഇവയിലേതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹീ സെൽഡം വിസിറ്റ്സ് ഹിസ് പേരൻസ്. ഹീ സെൽഡം വിസിറ്റ്സ് ഹിസ് പേരൻസ്. ഇവിടെ ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം സെൽഡം എന്ന വാക്ക് നെഗറ്റീവ് മീനിങ് ആണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായി ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഹി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രൊനൗണ്, അത് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗിൽ എഴുതാം. വിസിറ്റ്സ് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലെ വേർബ്. വിസിറ്റ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡസ് വിസിറ്റ്, അതിൽ ഡസ് എന്ന ഓക്സിലറിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡസ് ഹി ആണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം നോക്കാം. നൺ ഓഫ് ദ ഫുഡ് വാസ് വേസ്റ്റഡ്. ഇവിടെ നൺ എന്ന നെഗറ്റീവ് വാക്ക് വന്നു, അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. നൺ ഓഫ് ദ ഫുഡ്, ഇപ്പോൾ ഫുഡിന് പകരം ഉപയോഗിക്കേണ്ട പ്രൊനൗൺ ഇറ്റ് ആണ്. വാസ് എന്ന ഓക്സിലറി വേർബ് ഇവിടെയുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവുമാണ്. അപ്പോൾ ടാഗ് വാസ് ഇറ്റ്. നൺ ഓഫ് ദ ഫുഡ് വാസ് വേസ്റ്റഡ്, വാസ് ഇറ്റ്. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഫ്യൂ സ്റ്റുഡൻസ് ആർ ആബ്സെൻറ്റ്. ഫ്യൂ സ്റ്റുഡൻസ് ആർ ആബ്സെൻറ്റ് എന്ന് പറഞ്ഞാൽ
എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫ്യൂ എന്ന വാക്ക് നെഗറ്റീവ് വാക്കാണ്. സ്റ്റുഡൻസ് പ്ലൂറലാണ്, സബ്ജക്റ്റ് പ്ലൂറലാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ദേ ആണ് ഉപയോഗിക്കേണ്ട പ്രൊനൗൺ. ആറാണ് ഓക്സിലറി വേർബ് ഇവിടെ വന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവുമാണ്. അപ്പോൾ ആർ ദേ. ഫ്യൂ സ്റ്റുഡൻസ് ആർ ആബ്സെൻറ്റ്. ആർ ദേ. അപ്പോൾ ഫ്യൂ, നൺ, സെൽഡം, റെയർലി, സ്കേഴ്സ്ലി, ബെയർലി തുടങ്ങിയ വാക്കുകൾ കണ്ടാൽ ഉടനെ ഓർമ്മ വരണം ഇത് നെഗറ്റീവ് വേർഡാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇഫ് ദർ ആർ നോ ഓക്സിലറി വേർബ്സ് ഇൻ എ സെൻറ്റൻസ്, യൂസ് ഡു, ഡസ് ഓർ ഡിഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ടെൻസ് ഓഫ് ദ വേർബ്. രണ്ടാമത്തൊരു റൂളാണ് ഇത്. അതായത് ഓക്സിലറി വെർബ് കാണുന്നില്ലെങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വെർബ് വന്നിട്ടില്ലെങ്കിൽ അവിടെ ഡു, ഡസ്, ഡിഡ് ഇതിലേതെങ്കിലും ടെൻസിനനുസരിച്ച് ഉപയോഗിക്കുക എന്നാണ് റൂള്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ചിൽഡ്രൻ പ്ലേ. ദ ചിൽഡ്രൻ പ്ലേ. ഇവിടെ ഓക്സിലറി വെർബുകളൊന്നും കാണാനില്ല. പ്ലേ എന്നുള്ളതാണ് വേർബ്, അത് മെയിൻ വെർബാണ്. ദ ചിൽഡ്രൻ എന്നുള്ളത് സബ്ജക്റ്റ്. അപ്പോൾ ചിൽഡ്രന് പകരം ദേ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ട പ്രൊനൗണ്. പ്ലേ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുക? പ്ലേ എന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലേ എന്നാണ് വരിക. ഡു പ്ലേ. അപ്പോൾ അതിൽ ഡു ആണ് നമ്മൾ എടുക്കുക. ക്വസ്റ്റ്യൻ ടാഗിലേക്ക് ഡു എടുക്കുന്നു. പിന്നെ അതിനെ നെഗറ്റീവ് ആക്കണം, കാരണം സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്. അതിനെ നെഗറ്റീവ് ആക്കുന്നു. ഡോണ്ട്. ഡു നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ഡോണ്ട് ദേ. ദ ചിൽഡ്രൻ പ്ലേ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഡോണ്ട് ദേ. അതുപോലെ അപ്പോൾ ഡൂവിൻ്റെ ഒരു എക്സാമ്പിളായി. അടുത്തൊരു എക്സാമ്പിൾ, ഹീ സ്പീക്സ് ജർമ്മൻ. ഹീ സ്പീക്സ് ജർമ്മൻ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്. ഹീ എന്നുള്ളത് സബ്ജക്റ്റ്, അത് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കൊണ്ടുവരാം. സ്പീക്സ് എന്നുള്ളത് വേർബ്. സ്പീക്സ് എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് സ്പീക്ക് എന്ന് കിട്ടുന്നു. അതിൽ ഡസ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഡസിൻറ്റ് ഹീ. ഹീ സ്പീക്സ് ജർമ്മൻ ഡസിൻറ്റ് ഹീ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ഡു ആയി, ഡസ് ആയി. അടുത്തത് ഷീ സാങ് എ സോങ്. ഷീ എന്നുള്ളത് സബ്ജക്റ്റ്, സാങ് എന്നുള്ളത് വേർബ്, മെയിൻ വെർബാണ്, പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സാങ്. എ സോങ് എന്നുള്ളത് ഒബ്ജക്റ്റ്, അതിവിടെ നമുക്ക് പ്രസക്തിയില്ല. അപ്പോൾ ഇനി നമുക്ക് സാങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഡിഡ് സിങ്. ഡിഡ് സിങ് എന്നാണ് സാങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിൽ ഡിഡ് എടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. നോട്ട് ചേർത്തു. ഡിഡിൻറ്റ്. ഷീ എന്ന പ്രൊനൗൺ അതേപോലെ തന്നെ എടുത്തെഴുതി. ഡിഡിൻറ്റ് ഷീ. ഷീ സാങ് എ സോങ്. ഡിഡിൻറ്റ് ഷീ. അപ്പോൾ ഈ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഇത്രയും ഭാഗം മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത പാർട്ട് ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.